കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ. ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ. നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രക്ഷകനായി നാഥനായി വരുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാവിധ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയും. നന്മ അനുഭവിച്ച് ഈ ലോക ജീവിതത്തിൽ ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ യേശുവുമായിട്ടുള്ള ബന്ധം നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ, അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിന് ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. പണം അതിലൊരു വലിയ കാര്യമാണ്. സമ്പന്നത നമുക്ക് വേണം, സമാധാനം വേണം, സ്വസ്ഥത വേണം, ആരോഗ്യം വേണം. അങ്ങനെ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും ആരോഗ്യവും സ്വസ്ഥതയും എല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജയകരമായ ജീവിതത്തെയാണ് സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാപിക്കുന്നത് എങ്ങനെ നമുക്കത് ലഭിക്കും എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യവുമാണ്. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക്, ആ വചനം നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ആ വചനം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ ലോകത്ത് ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഒരു ജയകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പറഞ്ഞ ഒരു നല്ല സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കോട്ടയത്ത് സ്വർഗീയ വിരുന്നിൻ്റെ സഭായോഗത്തിൽ, ഞായറാഴ്ച നടന്ന സഭായോഗത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വളരെ മനോഹരമായ, അതേസമയം തന്നെ വളരെ ശക്തിയേറിയ ഒരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് ഞാൻ നന്നായിട്ട് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരുപാട് മാറ്റം വരുത്തി. അതേ മാറ്റം നിങ്ങൾക്കും ഉണ്ടാകട്ടെ, അത് അനുഗ്രഹമായി നിങ്ങൾക്ക് വരട്ടെ. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാൻ പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർ 3:3 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ ബൈബിൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാസ്തവത്തിൽ ഈ ബൈബിൾ 2 പേരെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബൈബിളിൽ പ്രധാന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ പഴയ നിയമം മുഴുവൻ യേശു ക്രിസ്തു അഥവാ വചനം വരുന്നു എന്ന് രേഖപ്പെടുത്തി. 4 സുവിശേഷങ്ങൾ, ഇതാ ദൈവവചനം ഇവിടെ, വചനമായവൻ ആ യേശു ഇവിടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുശേഷമുള്ള ലേഖനങ്ങൾ ആ ദൈവവചനം വിശ്വസിച്ച ഞാനും നിങ്ങളും ആരായി എന്നാണ് പറയുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ഒരു വ്യക്തിയുടെ നിലയും വിലയും ദൈവവചനത്തിൽ കാണുന്നില്ല. പഴയ നിയമത്തിലുള്ള വ്യക്തികൾ ഒരു പ്രമാണത്തെ അനുസരിച്ച് നടന്നു. എന്നാൽ നമ്മളെ നമ്മുടെ ഉള്ളിൽ
പ്രമാണം നിർമ്മിച്ചവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു. ക്രിസ്തുവിലുള്ള ഒരു ജനതയെ വേണ്ടവണ്ണം അവർക്ക് പിടികിട്ടിയില്ല. പഴയ നിയമത്തിലുള്ളവർ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഇതാ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് തൻ്റെ ആത്മാവിനെ ദൈവം അവരുടെ ഉള്ളങ്ങളിൽ കൊടുത്തിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ തിരുവചനം രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുള്ളൂ. ഒന്ന് യേശു, രണ്ട് യേശു ഉള്ളിലായ വ്യക്തി. ഈ തിരുവചനം രണ്ട് വ്യക്തികളുടെ ശ്രേഷ്ഠത എടുത്തു കാണിക്കുന്നു. ആ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ. ഈ വചനം രണ്ട് വ്യക്തികളുടെ ശ്രേഷ്ഠത ഉയർത്തി കാണിക്കുന്നു. ഒന്ന് ക്രിസ്തു, രണ്ട് ക്രിസ്തുവിലുള്ളവൻ. ഈ വചനം എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്ന് പറയുന്നോ അതാകുന്നു ഞാൻ. ഈ വചനം എന്നെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം അവകാശമുണ്ടെന്ന് പറയുന്നോ അതെല്ലാം എനിക്കുണ്ട്. ഈ വചനം എന്നെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നോ അതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ നിങ്ങളുടെ ബുദ്ധി ചില സമയങ്ങളിൽ നമ്മളെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി പറയും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നിനക്ക് ആ കഴിവില്ല, നീ ഇതല്ല എന്ന് പറയും. നമ്മുടെ തന്നെ ബുദ്ധി ചിലപ്പം പറയും. നമ്മളുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ പറയും. നമ്മളെ പഠിപ്പിച്ചവർ, എന്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നമ്മളെ ലോകപ്രകാരമേ പറയാനൊക്കത്തുള്ളൂ. എന്നാൽ ദൈവവചനം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് നീ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു കർത്താവിലായ ഒരു പുതിയ നിയമ വിശ്വാസിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മോശയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ദാവീദിനെക്കുറിച്ച് ഒരു രാജാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അഹരോനെക്കുറിച്ച് ഒരു പുരോഹിതനാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാജകീയ പുരോഹിതന്മാരാന്ന് ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ കുറിച്ച് മാത്രമാണ്. പഴയ നിയമത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഉള്ളിൽ ക്രിസ്തു വന്നപ്പോൾ, ക്രിസ്തു രാജാവാകിയാൽ, ക്രിസ്തു പുരോഹിതനാകിയാൽ, ക്രിസ്തു പ്രവാചകനാകിയാൽ, ക്രിസ്തു അപ്പോസ്തലനാകിയാൽ, ക്രിസ്തുവിലുള്ളതെല്ലാം എന്നിലും നിങ്ങളിലും കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൊലോസ്യർ 2:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഗോഡ് ഇൻ ബോഡിലി ഫോം, ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ എ ബോഡിലി ഫോം. ദൈവത്തിൻ്റെ പൂർണ്ണത മനുഷ്യരൂപത്തിൽ കണ്ടതാണ് കർത്താവായ യേശു. അവനൊരു മതത്തിൻ്റെ ദേവനല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളല്ല. ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവം മനുഷ്യൻ്റെ ഇടയിൽ ജഡത്തിൽ വസിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് കൊലോസ്യർ 2:9 നമ്മൾ പറഞ്ഞല്ലോ, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. തുടർന്ന് നമ്മളെക്കുറിച്ചാണ് വായിക്കുന്നത്, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ തിരുവചനം 2 പേരെ കുറിച്ച് പറയുന്നുള്ളൂ. ഒന്ന് യേശു, 2 നീ. ഒന്ന് യേശു, 2 യേശുവിൽ വിശ്വസിച്ച നീ. പലപ്പോഴും നമ്മുടെ ബുദ്ധി നമ്മെക്കുറിച്ച് താഴ്ത്തിക്കെട്ടിയാ പറയുന്നത്. നീ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാ, നിനക്ക് ഇന്ന കഴിവില്ല. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ ബുദ്ധി മറ്റുള്ളവരുമായിട്ട് പങ്കിട്ടിട്ട് ഇന്നവരെക്കാളൊക്കെ നീ മെച്ചമാണെന്ന് പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ ലോകപ്രകാരം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ തന്നെ താൻ ക്രിസ്തുവിൽ കാണപ്പെടാൻ ആഗ്രഹിച്ചു. തൻ്റെ യഹൂദപ്രകാരമുള്ള പാരമ്പര്യം അനുസരിച്ചോ തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതകളോ ഒന്നും വെച്ച് തന്നെ താൻ പ്രശംസിക്കാൻ ആഗ്രഹിച്ചില്ല. മറിച്ച് ക്രിസ്തുവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. ഒന്ന് പറയാമോ? ക്രിസ്തുവിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. യേശു ക്രിസ്തുവിനെ പോലും താൻ ജഡപ്രകാരം അറിയുന്നില്ല, മറിച്ച് ആത്മപ്രകാരമേ കാണുന്നുള്ളൂ എന്ന് 2 കൊരിന്ത്യർ 5:16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദഭാഗമാണത്. 2 കൊരിന്ത്യർ 5:16-17 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും, ഒരു യഹൂദനായിട്ട് ക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തു ഒരു യഹൂദനല്ല, ജഡപ്രകാരം അവനെ ഞങ്ങൾ അറിയുന്നില്ല. അടുത്ത വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ. രണ്ടാമത് ക്രിസ്തുവിന്റെ കാര്യം എവിടെയെങ്കിലും പറഞ്ഞാൽ ക്രിസ്തുവിന് ആയവന്റെ കാര്യം പറയാതെ പോകത്തില്ല. മണവാളന്റെ കാര്യം പറഞ്ഞാൽ മണവാട്ടിയുടെയും കൂടെ കാര്യം പറയും. ആ ബൈബിൾ ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, ഇത് എന്നെക്കുറിച്ച് പറയുന്നു. ഉറക്കെ പറഞ്ഞ്, ഇത് എന്നെക്കുറിച്ച് പറയുന്നു. ഓ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ പറഞ്ഞതായിട്ടൊരു വാക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ ലോകത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാ, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഇതിനകത്താ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും. ഒന്ന് പറഞ്ഞേ, ഇതിനകത്ത് എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ വിശ്വസിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു കർത്താവ് തന്നെ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരാന്നാ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നു ഏലിയാവാന്ന്, ചിലർ പറഞ്ഞു യെരമ്യാവാന്ന്, ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണെന്ന്. അവരതും ഇതുമൊക്കെ പറയുന്നു. അഥവാ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാ അവരല്ല, അല്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ച പ്രത്യേക സിദ്ധിയുള്ള മനുഷ്യരുടെ പേര്, സിദ്ധന്മാരുടെ പേരാ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു? സാധാരണ സ്ത്രീയിൽ നിന്ന് ജനിച്ച പാപജടത്തിൽ വസിക്കുന്ന ഒരു സിദ്ധനായി മാത്രമേ കാണുന്നുള്ളൂ. ഉടനെ അവർ പറഞ്ഞു, അല്ലല്ലല്ല, നീ ദൈവപുത്രനാ, നീ ലോകപ്രകാരം ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ആളല്ല, നീ ദൈവപുത്രനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതേ ജനനമാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എന്നിലും നിങ്ങളിലും നടന്നത്. ലോകപ്രകാരം നിശ്ചയമായിട്ട് എൻ്റെ കുടുംബം എൻ്റെ ദേശത്ത് അറിയപ്പെടുന്നൊരു വീടാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ ഇടയിൽ എനിക്ക് നല്ലൊരു ഡിഗ്രി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ ഇന്ന കാര്യങ്ങളിൽ എനിക്ക് പറയാനുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നത് ഇതിലൊന്നുമല്ല എന്നെ ഞാൻ അറിയുന്നത്. ഞാൻ ക്രിസ്തുവിൽ ജനിച്ചു. ക്രിസ്തുവിൽ എനിക്കൊരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ട്. ക്രിസ്തുവിൽ ഞാൻ ആരാന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം. പുതിയ നിയമലേഖനങ്ങൾ മുഴുവൻ ക്രിസ്തുവിലുള്ളവനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ നീ പഴയ ആളായിട്ട് കാണരുത്. നിന്നെ വചനം എന്ത് പറയുന്നു അതാണ് നീ. അതാണ് പറഞ്ഞ, ക്രിസ്തുവിനെ പോലും ഞങ്ങളിനി ജഡപ്രകാരം അറിയുന്നില്ല. 2 കൊരിന്ത്യർ 5:16. എന്നിട്ട് പറയണം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. അത് തന്നെയാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. യേശു ചോദിച്ചു, എന്നെ ജനങ്ങൾ ആരാന്നാ പറയുന്നത്? നീ യോഹന്നാൻ സ്നാപകനാ, നീ ഏലിയാവാന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ആരാന്ന് പറഞ്ഞു? നീ ദൈവപുത്രനാ. അതേ പേരാ 1 യോഹന്നാൻ 3:1 നമുക്ക് തന്നിരിക്കുന്നത്. കാൺമീൻ, നിങ്ങളും ദൈവമക്കളാ, ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യേശുവിൽ വിശ്വസിച്ച് ഓരോരുത്തരും ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ ബീജത്തിൽ ജനിച്ചവരാ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ശാരീരികമായി ജഡപ്രകാരം നമ്മളെ കാണും. ഈ ശരീരം നിങ്ങളുടെ ഉടുപ്പ് മാത്രമാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ. അതാണ് പൗലോസ് പറഞ്ഞത്, ഈ മർത്യ ശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ സ്വർഗീയമായ ഒരു വസ്ത്രം ഞാൻ ധരിക്കാൻ പോകുകയാണ്. 1-2 പേരോട് പറഞ്ഞേ, നിങ്ങൾ എൻ്റെ ഉടുപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നെ കണ്ടിട്ടില്ല. ആമേൻ. നമ്മൾ പലപ്പോഴും ജഡപ്രകാരമാണ് നമ്മളെ അറിയുന്നത്. ആത്മപ്രകാരം അറിയണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ജയാളിയായ ഒരുവൻ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഒന്ന് വിളിച്ച് പറയുമോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഉറക്കെ പറ, ഞാനല്ല, ക്രിസ്തു അത്രേ. ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ നമുക്ക് തന്നതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. അപ്പം നമ്മളെല്ലാം ആത്മാക്കളാണ്. ആരാണ് നമ്മൾ? പലരും പറയുന്നത് ആത്മാക്കളെ നേടുന്നതിന്. ആളെ സഭയെ കൂട്ടുകല്ല, പിന്നെ ആളെ കൂട്ടുകല്ല, പിന്നെ എന്ത് ചെയ്യാണ്? അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാണ്? എല്ലാവരും എന്ന് പറഞ്ഞാൽ, ഞാനൊരാത്മാവാണ്, ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മാവാണ്, വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവാണ്, ക്രിസ്തുവിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായി കാര്യങ്ങളെ കാണണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതേ കാര്യമാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞു വരുന്നത്. യഹൂദന്മാർ അവരെ ജഡത്തിൽ പ്രശംസിച്ചിരുന്നു. അവരുടെ ഏറ്റവും വലിയ ജഡത്തിലെ പ്രശംസ എന്താണെന്നറിയാമോ? യഹൂദന്മാർ 8-ാം നാളിൽ ഞങ്ങൾ പരിച്ഛേദനയേറ്റവരെ. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പുരുഷപ്രജ ഉണ്ടായി 8 ദിവസമാകുമ്പോൾ കുഞ്ഞിൻ്റെ അഗ്രചർമ്മം എന്ത് ചെയ്യും? ലിംഗാഗ്രചർമ്മം മുറിച്ചു മാറ്റുന്നതിനെയാണ് എന്ത് പറയുക?
പരിച്ഛേദന അത് വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല, ശരീരത്തിലൊരടയാളം. അതുകൊണ്ടാണ് കർത്താവ് യഹൂദന്മാരുടെ ഭക്ഷണ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ചില കാര്യങ്ങൾ കഴിച്ചാൽ മനുഷ്യൻ അശുദ്ധനാകും. എന്നാൽ യേശു പറഞ്ഞു വായ്ക്കകത്തേക്ക് പോകുന്നത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്തത്തില്ല. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ അത്രയേ മനുഷ്യനെ മാറ്റുന്നു. അപ്പൊ കർത്താവ് ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മതം അല്ല അവതരിപ്പിച്ചത്, ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുന്ന, ശരീരത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചു കളയല്ല, ഹൃദയത്തിൻ്റെ കാഠിന്യമായ അഗ്രചർമ്മം മുറിച്ചു മാറ്റി സോഫ്റ്റായ ഒരു ഹൃദയം തരാനാണ് കർത്താവ് വന്നത്. ആമേൻ. കല്ലായ നിന്റെ ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം തരുന്ന പരിച്ഛേദനയാ ദൈവം നമുക്ക് തന്നത്. ആത്മാവിൽ അഥവാ നമ്മളെ സ്പിരിറ്റിൽ ദൈവം സംസാരിച്ചാൽ കേൾക്കുന്ന, മാത്രമല്ല ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ ഇനി ജഡപ്രകാരമല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2 പറയണം, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ നമ്മൾക്ക് ആ വ്യക്തിയോട് അരിശം തോന്നുന്നെങ്കിൽ നമ്മളിപ്പോഴും ജഡത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പിന്നെ ആത്മാവാണ്. ഞാൻ ഉറക്കെ പറ, എൻ്റെ പോരാട്ടവും ആത്മാവിനോടാണ്. ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, നമ്മുടെ പോരാട്ടം ആത്മീയമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10:3 പറയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. നമ്മുടെ നാട്ടിൽ പറയാം, അവൻ വേല വെച്ചു, അവൻ പാര വെച്ചു, അവൻ അത് ചെയ്തു. ഇതൊന്നും നമുക്കില്ല. നമുക്ക് ആത്മമണ്ഡലത്തിലാണ് നമ്മുടെ പ്രവൃത്തി. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ഏത് കാര്യത്തിൻ്റെയും പുറകിലൊരു ആത്മാവുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരു യഹൂദ പള്ളിയിൽ ചെന്നപ്പോൾ കൂനിയായ ഒരു സ്ത്രീയെ, അവരെല്ലാം കൂനുള്ള അമ്മച്ചി എന്നാ പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞത് ദുരാത്മാവ് ബാധിച്ച അമ്മച്ചി എന്നാ. രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുന്നു വരുവാൻ കഴിയാതെ കൂനിയായി അവൾ ഇരിക്കുന്നു എന്ന് യേശുവിന് പിടികിട്ടി. യേശു അവളെ സൗഖ്യമാക്കി. അവൾ നിവർന്നപ്പോൾ ആ പള്ളിയിലുള്ളവർ പറഞ്ഞു, ശബത്ത് ദിവസമേ നിനക്കത് ചെയ്യാൻ സമയം കണ്ടുള്ളൂ. അവർ ജഡത്തിൽ മതപരമായ ദിവസങ്ങൾ അവരാചരിക്കുന്നത്. യേശു ആത്മാവില. യേശു പറഞ്ഞു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ഈ രോഗം ഒരു ബന്ധനമാണെന്നും ഇത് സാത്താൻ്റെ ബന്ധനമാണെന്നും ആത്മകണ്ണിൽ കാണാൻ യേശുവിനെ പറ്റി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കൾ ആത്മീയമായി കാര്യങ്ങളെ വിവേചിക്കണം. ഉറക്കെ പറഞ്ഞ്, എങ്ങനെ വിവേചിക്കണം? ഒരു കാര്യത്തിനുള്ളിലെ സ്പിരിച്വൽ സൈഡ്, ഇതിൻ്റെ പുറകിലുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്മേൽ അധികാരമുള്ളവരാ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും. ആ ലോകത്തിലെ കാര്യമാണ് ആരാധന, ആ ലോകത്തിലെ കാര്യമാണ് വചന ശുശ്രൂഷ, ആ ലോകത്തിലെ കാര്യമാണ് സ്തുതി. ആത്മമണ്ഡലത്തിലാ നീ സ്തുതിക്കുന്നേ, ആത്മമണ്ഡലത്തിലാ നീ പ്രസംഗിക്കുന്നേ, ആത്മമണ്ഡലത്തിലാ നീ കൽപ്പിക്കുന്നേ. ആത്മമണ്ഡലത്തിൽ ജയമെടുക്കുമ്പോൾ അത് ഭൗതിക മണ്ഡലത്തിലും വെളിപ്പെടും. ചേർന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ പൗലൂസും ശീലാസും സുവിശേഷം അറിയിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നു, വെളിച്ചപ്പാടത്തിയായി മന്ത്രവാദിനിയായ ഒരു സ്ത്രീ കൂടെ കൂടെ അവരെ കണ്ടെന്ന് പറയുമായിരുന്നു, ഇതാ ദൈവത്തിൻ്റെ ദാസന്മാർ സത്യമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നവർ. ആ നാട്ടിൽ ആരും രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ ഈ സ്ത്രീ ഇത് പറയാൻ തുടങ്ങി. ഉടനെ ഇവർ രണ്ടും കൂടെ ചേർന്ന് ഈ സ്ത്രീ കോർഡിനേഷൻ കൊടുത്ത് ആ ദേശത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. ഇവർക്ക് മാത്രമേ ഒരു വിവരമുള്ളൂ, ഞങ്ങളെ മനസ്സിലാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. മറിച്ച് എന്ത് ചെയ്തു? തിരിഞ്ഞ് അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾ പറയാം, നിനക്ക് നിന്നെ അറിയാൻ മേലും പിശാചിനെ നിന്നെ അറിയാവുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം അവരതിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ആത്മീയമായി. ഇപ്പം എല്ലാവരും ഒക്കെ നമ്മളെ ഓരോ വാക്ക് പറഞ്ഞ് പൊക്കിയാൽ അത് കേട്ടിളകരുത്. അതിനകത്തൊരാത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്.
നമ്മളെ പൊക്കി പറയത്തില്ലേ, അതിൻ്റെ പുറകിൽ എന്തുണ്ട്? യേശുവിനെ മാത്രം ഉയർത്തിയാൽ മതി. സ്തോത്രം ചെയ്ത് കർത്താവിനെ സ്തുതിക്കാം. വേർത്ത് പറയണ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പിന്നെ അപ്പം ഭീരുത്വത്തിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരാത്മാവുണ്ട്. രോഗത്തിൻ്റെ പുറകിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. വേർത്ത് പറയണ വിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കുണ്ട്. വിശ്വാസത്തിൻ്റെ ആത്മാവിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ആത്മാവുണ്ട്. അതേതാണ്? അവിശ്വാസത്തിൻ്റെ ആത്മാവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യെശയ്യാപ്രവചനത്തിലാണല്ലോ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ബദ്ധന്മാർക്ക് വിടുതലൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാണ്, സ്തോത്രം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന, അവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്ന സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ഭാരത്തിൻ്റെ ആത്മാവ്. അവർക്ക് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ ഓർത്തണം, അതിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു ആത്മമണ്ഡലമുണ്ട്. അതിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. അതുപോലെ പാപ സ്വഭാവങ്ങളുടെ പുറകിൽ എന്തുണ്ട്? ആത്മാവുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കണം. അപ്പോൾ അത് കേവലം സ്വഭാവങ്ങളല്ല, ആ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്പിരിറ്റുണ്ട്. സങ്കടത്തിൻ്റെ പുറകിൽ ഒരു സ്പിരിറ്റുണ്ട്. സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു നല്ല ആത്മാവുണ്ട്. ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. ചില ദിവസം പറയാനുണ്ട്, ഇന്നൊരു മൂഡ് തോന്നുന്നില്ല എന്ന്. അത് ആത്മാവാണ്. അതിനെ എന്ത് ചെയ്യണം? മൂഡ് നമുക്ക് എപ്പോഴും ഉണ്ട്. എല്ലായിടത്തും, ഉറക്കപ്പറ, എല്ലായിടത്തും ജയോത്സവം. ഉറക്കപ്പറ. ഇടയ്ക്ക് മൂഡ് കുറയത്തില്ല. ഇടയ്ക്ക് മൂഡ് കുറയുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ശാസിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും, യേശു എനിക്ക് മതിയായവനാ എന്നൊക്കെ വാഗൊണ്ട് വിളിച്ചു പറയുമ്പോൾ ആത്മീയ പോരാട്ടമാണ് നീ പോരാടും. വായിന്ന് പറഞ്ഞു വിടുന്ന വചനം ആത്മാവാ. വായിന്ന് പറഞ്ഞു വിടുന്ന വചനം ഇരുവായ്ത്തല വാളാണ്. അത് ചെന്ന് കൊള്ളേണ്ടടുത്ത് കൊള്ളും. സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾ പറ, ചിരി വരുന്നവരെ വചനം പറയണം. ഹല്ലേലൂയ, സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേലും പറ, പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി കർത്താവിനെ സ്തുതിച്ചു. വചനം കേട്ട അവർ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ കേട്ട് സന്തോഷിച്ചു. വചനം കേട്ട പട്ടണത്തിൽ മഹാ സന്തോഷമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ദൈവവചനം ആത്മാവാണ്, ആത്മീയ ആയുധമാണ്. അത് കേൾക്കുമ്പോൾ ദൈവമക്കളുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയും. ഒന്ന് ആനന്ദിച്ച് ദൈവത്തിൻ്റെ മക്കളൊന്ന് സ്തുതിച്ച്. ചില വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഡിമ്മാവും, നമുക്ക് ഭാരം വരും, അരിശം വരും, ഇല്ലേ? അതിൻ്റെ പുറകിലൊരു ആത്മാവുണ്ട്. ആത്മാവിനെ ശാസിക്കണം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ പദ്ധതി ക്രൂശിൽ മരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ വരവിൻ്റെ പദ്ധതി തന്നെ മാനവജാതിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? മരിക്കുക, പകരമായി മരിക്കുക, മരിച്ചടക്കപ്പെട്ട് ഉയർക്കുക. എന്നാൽ പത്രോസ് യേശുവിനെ ശാസിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് പറയുക, ഗുരു നിനക്കങ്ങനെ സംഭവിക്കല്ലേ. ഉടനെ കർത്താവ് എന്തോ പറഞ്ഞു? നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ, വേറെ ആരും എന്നെ കരുതിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് പറഞ്ഞു? സാത്താനെ എന്നെ വിട്ടു പോ. അടുത്തിരിക്കുന്ന ആൾ പറ, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. അതേ യേശു തന്നെയാണോ അകത്തുള്ളത്? അതേ യേശു അകത്തുള്ളവരെന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. നട്ടെല്ല് വളഞ്ഞതിനെ, സ്കോളിയോസിസ് ബാധിച്ച രോഗികൾ ഇന്ന് സൗഖ്യമാകാൻ പോവുക. ആ വളഞ്ഞ നട്ടെല്ലുകൾ ഇന്ന് നിവർന്നു വരും. സ്കോളിയോസിസ് ബാധിച്ച വ്യക്തികൾ, നട്ടെല്ല് വളഞ്ഞ് വേദനയാൽ ഭാരത്താൽ ഇരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പുറത്തിൻ്റെ കൂന് ബാധിച്ച വ്യക്തികളുണ്ട്. അവരുടെ കൂന് ഇന്ന് നിവർന്നു വരാൻ പോവുക. വിശ്വസിച്ചാട്ടെ, കർത്താവ് അത്ഭുതം ചെയ്യും. സാമ്പത്തിക സമൃദ്ധി മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, ഭവനങ്ങളിൽ സമാധാനം തരുവാൻ, എല്ലാ മേഖലയിലും വിടുതൽ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. നമുക്കൊരു നിമിഷം വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അധികാരമെടുക്കുക. സ്കോളിയോസിസ് ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വളഞ്ഞ നട്ടെല്ലുകൾ നിവർന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ കൂന് നിവർന്നു വരട്ടെ. ശരീരം ഇപ്പോൾ തന്നെ നേരെയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കണ്ണുകളുടെ കാഴ്ച തകരാറുകൾ മാറി അടഞ്ഞ
അന്ധത ബാധിച്ച കണ്ണുകൾ തുറന്നു വരട്ടെ, കാഴ്ച മടങ്ങി ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അടിപ്പണരുകളാൽ അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, സമാധാനമില്ലാതെ, ഭവനത്തിൽ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ യേശുവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസമാധാനം കൊണ്ടിടുന്ന ആ ദുഷ്ടൻ്റെ പ്രവർത്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. വ്യക്തികളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി, അവരുടെ പെരുമാറ്റത്തിൽ രൂപാന്തരം വരുത്തുന്നതിനായി കർത്താവിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. അതുപോലെ ജോലിക്കായിട്ട് ആഗ്രഹിച്ച് ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് തന്നെ കേൾക്കുന്നു. പ്രിയ സഹോദര സഹോദരി, യേശുവിലൊന്ന് ആശ്രയിച്ചട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ജോലിയെ ഞങ്ങൾ വിളിച്ചു വരുത്തുക. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടി അവരെ തൊട്ടതിനായി, സ്പർശിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ നട്ടെല്ല് നിവർന്നു കഴിഞ്ഞു. ആ സന്തോഷം ഞങ്ങളെയും കൂടെ ഒന്ന് വിളിച്ചറിയിക്കണേ. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉത്തേജനം. അതുകൊണ്ട് അത് വിളിച്ചു പറയുവാൻ ഒട്ടും മടിക്കരുത്. ഞങ്ങൾക്കത് കേൾക്കാൻ വളരെയധികം സന്തോഷവും ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തുടർന്നും വിളിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം കൂടെ, ഇനിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും ഇതേ ചാനലിൽ കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. सागर है तू, चांदी का राजकुमार है तू. से देखो आते हैं बहते हुए खून की धार. क्रूज से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरण